നമസ്കാരം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. विकसित भारत का रास्ता विकसित केरलम से होकर ही जाता है. विकसित केरलम आज से भारतीय जनता पार्टी का मूल उद्देश्य बनने वाला है. 2026 കേരളം ബിജെപി പിടിക്കുമെന്ന് അമിത്ഷാ. LDF ഭരണത്തിൽ വികസനം പാർട്ടി കേഡർമാർക്കെന്ന് വിമർശനം. കോൺഗ്രസിന് പരിഹാസം. ബിജെപിയുടെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ആവേശത്തിൽ പ്രവർത്തകർ. സ്കൂൾ സമയമാറ്റത്തിൽ അയഞ്ഞ സർക്കാർ. സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന വി ശിവൻകുട്ടി. മന്ത്രിയുടെ ശൈലി ശരിയല്ലെന്ന് ജിഫ്രി തങ്ങൾ. കീമിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ വിദ്യാർത്ഥികൾ. പാലക്കാട് CPM-ലെ വിഭാഗീയത ആയുധമാക്കാൻ കോൺഗ്രസ്. PK ശശിയെ സ്വാഗതം ചെയ്ത് ജില്ലാ നേതൃത്വം. വന്നാൽ സ്വീകരിക്കുമെന്ന് VK ശ്രീകണ്ഠൻ ന്യൂസ് 18നോട്. സ്വയം കോടതിയായിട്ടും സ്വയം ശിക്ഷ വിധിക്കുന്ന ഒരു പാർട്ടി CPM മാത്രമാണ് ഇന്ത്യയിൽ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു. അയാളുടെ നിയമത്തിന്റെ മുമ്പിൽ, നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ അയാൾക്കെതിരെ ഒരു ആരോപണവുമില്ല, കുറ്റവുമില്ല, ഒരു കുറ്റപത്രവുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും PK ശശിക്ക് കോൺഗ്രസ് വരാൻ യാതൊരു അയോഗ്യതയും എന്റെ കണ്ണിലില്ല. അർഹമായ സ്ഥാനം നൽകുമെന്നും MP. ക്ഷണം തള്ളി PK ശശി. പാലക്കാട്ട് കാർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 2 കുട്ടികൾ മരിച്ചു. ജീവൻ നഷ്ടമായത് 4ഉം 6ഉം വയസ്സുള്ള കുട്ടികൾക്ക്. മൂത്ത മകൾ അപകടനില തരണം ചെയ്തു. അമ്മ ഗുരുതരാവസ്ഥയിൽ. കാർ പരിശോധിച്ച് ഫോറൻസിക് സംഘം. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരത്ത് 2 കുട്ടികൾ മുങ്ങി മരിച്ചു. അപകടം നെടുമങ്ങാട് നീന്തൽക്കുളത്തിൽ. 7-അംഗ സംഘം കുളിക്കാൻ ഇറങ്ങിയത് അനുമതിയില്ലാതെ. കുട്ടികൾ എത്തിയത് പൂട്ടിയിട്ടിരുന്ന മതിൽ ചാടിക്കടന്ന്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിർണായക കണ്ടെത്തൽ. എഞ്ചിൻ ഫ്യൂൽ ഓയിൽ സ്വിച്ചുകൾ ഓഫായിരുന്നു. ആരാണ് ഓഫ് ചെയ്തതെന്ന് പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിച്ചു. താനല്ലെന്ന് മറുപടി നൽകിയതായും അന്വേഷണ റിപ്പോർട്ട്. എതിർപ്പുമായി പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അന്വേഷണം തുടരുന്നതായി വ്യോമയാന മന്ത്രി. ലോർഡ്സ് ടെസ്റ്റിൽ ജാഗ്രതയോടെ ബാറ്റ് വീശി ഇന്ത്യ. KL രാഹുൽ സെഞ്ചുറിക്കരികെ. ഋഷഭ് പന്തിന് അർദ്ധ സെഞ്ചുറി. ടീം സ്കോർ 4 വിക്കറ്റിന് 248 റൺസ്. പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ച് ചികിത്സയിലിരുന്ന 2 കുട്ടികൾ മരിച്ചു. 6 വയസ്സുകാരൻ ആൽഫ്രഡ്, 4 വയസ്സുകാരി എംലീന എന്നിവരാണ് മരിച്ചത്. പൊള്ളലേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അമ്മ എൽസിയുടെ നില ഗുരുതരമായി തുടരുന്നു. ഇന്നലെ വൈകിട്ട് പാലക്കാട് ചിറ്റൂർ പുൽപ്പുള്ളിയിലുണ്ടായ അപകടത്തിൽ അമ്മയും മക്കളും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് പരിക്കേറ്റത്. 4 വയസ്സുകാരി എംലീനയ്ക്ക് 60%-ത്തോളവും 6 വയസ്സുകാരൻ ആൽഫ്രഡിന് 75%-ത്തോളവും പൊള്ളലേറ്റിരുന്നു. ഉച്ചയോടുകൂടിയാണ് ഇരുവരുടെയും മരണം സ്ഥിരീകരിച്ചത്. അമ്മ എൽസിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൂത്തമകൾ അലീന അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചു. ഇന്നലെ വൈകിട്ട് ഇവർ ഒന്നിച്ചു പുറത്തുപോകുന്നതിനായി കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. അപകടം സംഭവിച്ച കാർ ഫയർഫോഴ്സ് സംഘം പരിശോധിച്ചു. കാറിന്റെ ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ ക്യാൻസറിനെ തുടർന്ന് 1 മാസം മുൻപാണ് മരിച്ചത്. ഇതിന് പിന്നാലെയാണ് കുട്ടികളുടെയും വേർപാട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിളയിലെ നീന്തൽക്കുളത്തിൽ കുട്ടികൾ മുങ്ങി മരിച്ചു. 13ഉം 14ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത്. നീന്തൽ അറിയാത്ത കുട്ടികൾ കുളത്തിലിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ആനാട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വേങ്കമലയിലെ നീന്തൽ പരിശീലന കേന്ദ്രത്തിലായിരുന്നു സംഭവം. ആനാട് സ്വദേശികളായ ഷിനിൻ, ആരോമൽ എന്നിവരാണ് മുങ്ങി മരിച്ചത്. ഉച്ചയ്ക്ക് 1:30 എത്തിയ 7 കുട്ടികൾ കുളത്തിൽ നീന്താൻ ഇറങ്ങുകയായിരുന്നു. ഈ സമയത്ത് പരിശീലകർ ഉൾപ്പെടെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല.
രാവിലെയും വൈകിട്ടും ഇവിടെ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാറുണ്ട്. ഇന്ന് പരിശീലന കേന്ദ്രം അവധിയായിരുന്നു. മതിൽ ചാടിക്കടന്നെത്തിയ 7 അംഗ സംഘത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടികളുടെ ബഹളം കേട്ട് നാട്ടുകാർ പരിശീലന കേന്ദ്രത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് പ്രവേശിച്ചെങ്കിലും അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ആരോമൽ 8ാം ക്ലാസ്സിലും ഷിനിൽ 7ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇരുവരുടെയും മൃതദേഹം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDA സർക്കാർ രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വികസിത ഭാരതത്തിന്റെ വഴി വികസിത കേരളത്തിലൂടെയാണെന്നും തിരുവനന്തപുരത്ത് BJP പ്രവർത്തകരുടെ യോഗത്തിൽ അമിത്ഷാ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വികസനമല്ല, പാർട്ടി കേഡർമാരുടെ വികസനമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നടക്കുന്നതെന്നും അമിത്ഷാ പരിഹസിച്ചു. आप परिवर्तन चाहते हैं तो LDF को निकालने के लिए UDF को वोट देते हैं और UDF को निकालने के लिए LDF को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते. अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और NDA के लिए वोट करिए. 2014 के इलेक्शन में केरल की जनता ने भाजपा को 11% वोट दिए, 19 में 16%, 24 में 20% वोट दिया. अब बारी है भाजपा की सरकार बनाने की बारी है. मैं केरल के मतदाता भाइयों बहनों को कहने आया हूं कि 2026 का चुनाव NDA BJP के नेतृत्व में, मोदी जी के नेतृत्व में सरकार बनाने के लिए लड़ने जा रहा है. हमारे सैकड़ों कार्यकर्ताओं ने अपने जीवन का बलिदान दिया है. उनके परिवारों ने, किसी ने पति, किसी ने भाई, किसी ने बेटा गंवाया है. वो सभी का स्वप्न था केरल में NDA BJP की सरकार बने. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി മന്ദിരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ആസ്ഥാനത്ത് പതാക ഉയർത്തിയ അദ്ദേഹം KG മാരാരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് പുഷ്പാർച്ചന നടത്തി. പ്രകാശ് ജാവ്ദേക്കർ, സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ സമയമാറ്റത്തിൽ അയഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി. സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സമസ്ത സമയം അറിയിച്ചാൽ മതിയെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സമയമാറ്റത്തിൽ സമസ്ത പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നതോടെയാണ് സർക്കാർ നിലപാട് മയപ്പെടുത്തിയത്. മന്ത്രിയുടെ ശൈലി ശരിയല്ലെന്ന വിമർശനവുമായി ജിഫ്രി തങ്ങളും ഇന്ന് രംഗത്ത് വന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം കൊടുക്കുന്നതിന് പറ്റില്ല. സമയം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യത്തിന് വേണ്ടി സമയം അവരത് ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. പലപ്പോഴായി നിലപാട് കടുപ്പിച്ച മന്ത്രി വി ശിവൻകുട്ടി വിരട്ടൽ വേണ്ടെന്ന കടുത്ത വിമർശനവും നടത്തി. എന്നാൽ സമസ്ത പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയും വിഷയത്തിൽ സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായ ഐക്യത്തിന് വഴിതെളിയുകയും ചെയ്തതോടെ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോവുകയാണ് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും. സമയമാറ്റത്തിൽ കോടതിയുടെ നിലപാടാണ് താൻ പറഞ്ഞതെന്നാണ് വി ശിവൻകുട്ടിയുടെ വിശദീകരണം. ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ധിക്കാരപരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതല്ലാതെ ചർച്ച ഇല്ല എന്ന് പറഞ്ഞു. ഏത് നിമിഷം വേണോ സമസ്തയ്ക്കോ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുന്നതിന് വേണ്ടി ഞാൻ തയ്യാറാണ്. അവരേത് നിമിഷം ഏത് സമയം വേണമെന്ന് അവർ പറഞ്ഞാൽ മാത്രം മതി. സർക്കാരുമായി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ. തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും വിഷയത്തിൽ തൽക്കാലം പുനഃപരിശോധന വേണ്ടെന്നായിരുന്നു സർക്കാരിന്റെ അഭിപ്രായം. എന്നാൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം സമസ്തയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ ശൈലി ശരിയല്ലെന്ന കടുത്ത വിമർശനവുമായി ജിഫ്രി തങ്ങൾ തന്നെ രംഗത്ത് വന്നു. സമുദായങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെയല്ലേ ഇവിടെ മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത്, ഭരണം എന്നൊക്കെ പറഞ്ഞത്. സമുദായങ്ങളല്ലേ വോട്ടും ചെയ്യണത്. മന്ത്രിനെ നമ്മൾ മുഖ്യമന്ത്രിക്കാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അയാളാണ് പറയേണ്ടത്. മന്ത്രി പറയേണ്ട ആവശ്യമില്ല. മന്ത്രി പറയട്ടെ, പറയാതിരിക്കട്ടെ ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഒന്നും ചർച്ചയ്ക്ക് വിളിച്ചൂടെ? വലിയ സമൂഹമല്ലേ, അങ്ങനെ അവഗണിക്കാൻ പറ്റുമോ?
തെരഞ്ഞെടുപ്പ് അടുത്തെത്തുകയും സമയമാറ്റത്തിൽ സമസ്തയെ അനുകൂലിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ രംഗത്ത് വരികയും ചെയ്തതോടെ തൽക്കാലം പ്രകോപനം വേണ്ടെന്ന നിലപാടാണ് സർക്കാരിനെ നയം മാറ്റാൻ പ്രേരിപ്പിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്, തിരുവനന്തപുരം. പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് വിദ്യാർത്ഥി പ്രവേശനം നടത്തുന്നതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വിദ്യാർത്ഥികൾ. സർക്കാർ അപ്പീലിനില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ തന്നെ കോടതിയെ സമീപിക്കുന്നത്. അതിനിടെ പുതുക്കിയ റാങ്ക് പട്ടിക അടിസ്ഥാനമാക്കി സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശന നടപടികൾ തുടങ്ങി. യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് 16-ന് രാവിലെ 11 മണിവരെ ഓൺലൈനായി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. ആദ്യ അലോട്ട്മെന്റ് പട്ടിക 18-ന് പുറത്തിറക്കും. കാസർഗോഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിപ്പിച്ച് പാദപൂജ നടത്തിയത് വിവാദത്തിൽ. ജില്ലയിലെ 4 സ്കൂളുകളിലാണ് വിരമിച്ച അധ്യാപകരുടെ കാൽ കഴുകിച്ച് പാദപൂജ നടത്തിയത്. നടപടി അപലപനീയമെന്നും സംഭവത്തിൽ വിശദീകരണം തേടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സ്കൂളുകൾക്കെതിരെ SFIയും MSFും രംഗത്തെത്തി. ബന്തെടുക്ക കക്കച്ചാൽ സരസ്വതി വിദ്യാനികേതൻ, തൃക്കരിപ്പൂർ ചക്രപാണി വിദ്യാമന്ദിരം, ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരം, കുണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയം എന്നിവിടങ്ങളിലാണ് വിരമിച്ച അധ്യാപകരുടെ കാൽ കഴുകിച്ച് പാദപൂജ നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വ്യാസജയന്തി ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂളിലെ വിദ്യാർത്ഥികളെ നിലത്ത് മുട്ടുകുത്തിയിരുത്തി കസാരയിലിരിക്കുന്ന അധ്യാപകരുടെ കാൽ പൂക്കളും വെള്ളവും തളിച്ച് പൂജ ചെയ്ത് തൊട്ട് വന്ദിപ്പിക്കുകയായിരുന്നു. 4 വിദ്യാലയങ്ങളുടെ പരിധിയിലുള്ള 100-ലധികം വിരമിച്ച അധ്യാപകരുടെ പാദപൂജയാണ് ചെയ്യിപ്പിച്ചത്. അതേസമയം അധ്യാപകരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാദപൂജ നടത്തിയെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂരിലും പാദപൂജ. ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് പാദപൂജ നടന്നത്. പാദപൂജ ചെയ്യിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. വിഷയത്തിൽ പ്രതിഷേധവുമായി SFIയും രംഗത്തെത്തി. സർവകലാശാലകളിൽ ഭരണസ്തംഭനം തുടരുന്നത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ആശങ്കയിൽ CPM. പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴികൾ ഇപ്പോൾ CPM തേടുകയാണ്. അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള തീരുമാനത്തിൽ നിന്ന് മിനി കാപ്പൻ പിന്മാറി. അനിൽകുമാറും രജിസ്ട്രാറുടെ പദവിയിൽ തന്നെ തുടരുകയാണ്. കീം ഫലപ്രഖ്യാപനത്തിന് തിരിച്ചടിയുണ്ടാക്കിയ ജനരോഷം, സർവകലാശാലകളിൽ ഭരണസ്തംഭനം, സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാവുന്ന കണക്കുകൂട്ടൽ തിരിച്ചടിക്കുമെന്ന ആശങ്ക CPM നേതൃത്വത്തിൽ പ്രകടമായി തുടങ്ങി. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായി ചർച്ച ചെയ്തത് സർവകലാശാലകളിലെ പ്രതിസന്ധിയാണ്. SFIയുടെ സമരങ്ങളെ തള്ളിപ്പറയില്ല, എന്നാൽ അത് പൊതുജനങ്ങളിൽ അത്ര മതിപ്പുണ്ടാക്കുന്നില്ലെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും സർവകലാശാലകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. BJP നേതാക്കൾ രാജ്ഭവനെ ഇടപെടുത്തി രാഷ്ട്രീയം കളിക്കുകയാണ്. എങ്കിലും സർവകലാശാലകൾ ഈ വിധം പോകുന്നത് ഗുണം ചെയ്യില്ലെന്ന ചർച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി. നിയമ വഴി തേടാമെങ്കിലും അത് കാലതാമസമുണ്ടാക്കും. അതുകൊണ്ടാണ് മറുവഴി അന്വേഷിക്കുന്നത്. ഗവർണറുമായി അനുനയത്തിലുള്ള മാർഗങ്ങളും സർക്കാർ തേടിയേക്കും. കേരളയിൽ മാത്രമല്ല, സാങ്കേതിക സർവകലാശാലയിലും കുസാറ്റിലും കാലിക്കറ്റിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. സിൻഡിക്കേറ്റുകളുടെ പ്രവർത്തനം ശരിയായ ദിശയിലല്ലെന്ന വിലയിരുത്തലുകളുമുണ്ട്. മുഖ്യമന്ത്രി ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം CPM വിശദമായ ചർച്ചകളിലേക്ക് കടക്കും. കേരള സർവകലാശാലയിൽ VC നൽകിയ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാനില്ലെന്ന തീരുമാനത്തിൽ നിന്ന് മിനി കാപ്പൻ പിന്മാറി. മോഹനൻ കുന്നുമ്മൽ തിങ്കളാഴ്ച സർവകലാശാല ആസ്ഥാനത്തെത്തും. സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടെ അനിൽകുമാറും രജിസ്ട്രാർ സ്ഥാനത്ത് തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മോദി സ്തുതിയിൽ ശശി തരൂർ MPക്കെതിരെ കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തരൂരിന്റെ നയതന്ത്ര നീക്കങ്ങൾ തകർന്നടിഞ്ഞു. ശശി തരൂരിന്റെ വാഴ്ത്തുപാട്ട് അവസരവാദപരമാണെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. അതേസമയം തരൂരിന്റെ പ്രസ്താവനകളിൽ പ്രതികരിക്കേണ്ടതില്ലെന്നും വിവാദങ്ങളോട് അകലം പാലിക്കാനും വക്താക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന പ്രതികരണങ്ങളിലും മോദി സ്തുതിയിലും കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് മുഖപത്രത്തിലെ വിമർശനം. തരൂരിന്റെ നയതന്ത്ര സന്ദർശനം കഴിഞ്ഞ ഉടൻ പാക് സൈനിക മേധാവി അസിം മുനീറിന് വൈറ്റ് ഹൌസിൽ ചുവപ്പ് പരവതാനി വിരിച്ചു. പ്രോട്ടോകോൾ ലംഘിച്ച് രാഷ്ട്രത്തലവന്മാർക്കും പ്രധാനമന്ത്രിമാർക്കും ലഭിക്കുന്ന ബഹുമതി അസിം മുനീറിന് നൽകി. അസിം മുനീറുമായുള്ള കൂടിക്കാഴ്ച ബഹുമതിയായി കാണുന്നുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ തരൂരിനും സംഘത്തിനും US വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനേ കഴിഞ്ഞുള്ളൂവെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു.
ശശി തരൂരിന്റെ വാഴ്ത്തുപാട്ട് അവസരവാദപരമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ തരൂർ നടത്തിയ വിവാദ പരാമർശങ്ങളെല്ലാം തള്ളിയതുപോലെ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ ലേഖനത്തിലൂടെ ഉയർത്തിയ ആക്ഷേപവും തള്ളാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഔദ്യോഗിക നിലപാട് ഹൈക്കമാൻഡ് പറയേണ്ട സമയത്ത് പറയുമെന്നും നേതാക്കൾ നിർദ്ദേശം നൽകി. തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ദേശീയ തലത്തിലും കേരളത്തിലും ശക്തമാണ്. എന്നാൽ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനോട് വിശദീകരണം തേടണമെന്ന ആവശ്യം നേതാക്കൾ ഉയർത്തുമ്പോഴും കേന്ദ്ര നേതൃത്വം മൗനം തുടരുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രസ്താവനകളിൽ വിശദീകരണം തേടിയേക്കുമെന്നും വിവരമുണ്ട്. അതേസമയം തരൂരിന്റെ പ്രസ്താവനകൾ ആയുധമാക്കുകയാണ് ബി.ജെ.പി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ചടങ്ങിൽ മുഖ്യാതിഥിയായതിനു പിന്നാലെ പി.കെ. ശശിയുടെ രാഷ്ട്രീയ ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തം. പാലക്കാട് CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുക്കാൻ കോൺഗ്രസ് നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പി.കെ. ശശിയടക്കം CPM-ലെ അസ്വസ്ഥരെ സ്വാഗതം ചെയ്യുകയാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ ന്യൂസ് 18-നോട് പറഞ്ഞു. സ്വയം കോടതിയായിട്ടും സ്വയം ശിക്ഷ വിധിക്കുന്ന ഒരു പാർട്ടി CPM മാത്രമാണ് ഇന്ത്യയിൽ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു, അയാളുടെ നിയമത്തിന്റെ മുമ്പിൽ, നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ അയാൾക്കെതിരെ ഒരു ആരോപണവുമില്ല, കുറ്റവുമില്ല, ഒരു കുറ്റപത്രവുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പി.കെ. ശശിക്ക് കോൺഗ്രസ് വരാൻ യാതൊരു അയോഗ്യതയും എന്റെ കണ്ണിലില്ല. എന്നാൽ കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യം ഇപ്പോൾ അപ്രസക്തമെന്നായിരുന്നു പി.കെ. ശശിയുടെ മറുപടി. CPM-ൽ താൻ സ്വസ്ഥനാണെന്നും ശശി ന്യൂസ് 18-നോട് പറഞ്ഞു. AICC മുൻ പ്രസിഡന്റും മലയാളിയുമായ സി ചേറ്റൂർ ശങ്കരൻ നായരെ ചൊല്ലി രാഷ്ട്രീയ വിവാദം വീണ്ടും. കോൺഗ്രസും BJP-യും ചേറ്റൂർ ജന്മദിന അനുസ്മരണം നടത്തിയതിനു പിന്നാലെയാണ് വിവാദം. ചേറ്റൂരിനെ വിസ്മരിച്ചവരാണ് കോൺഗ്രസ് നേതൃത്വം എന്ന നിലപാടിലാണ് BJP. സ്വന്തം പാർട്ടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റ് നേതാക്കളെ സ്വന്തമാക്കാൻ BJP ശ്രമിക്കുന്നതെന്ന വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തി. മങ്കരയിലെ ചേറ്റൂർ സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് അനുസ്മരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് പറളി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പുഷ്പാർച്ചന നടത്തിയത്. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പ്രതികൂല കാലാവസ്ഥയെയും മറികടന്നുകൊണ്ട് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ ഈ പുഷ്പാർച്ചന നടത്തിയത്. അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ പ്രവർത്തകരും ഈ ജന്മനാടും എന്നും സ്മരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട്. പാലക്കാട് DCC-യിലും ചേറ്റൂർ ജന്മദിനാനുസ്മരണ യോഗം ചേർന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതിയാണ് RSS നേതാക്കൾ പുറത്തിറങ്ങിയതെന്നും സ്വന്തം പാർട്ടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ള നേതാക്കളെ സ്വന്തമാക്കാൻ BJP ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുക, ബഹുമാനിക്കുക, ഇപ്പൊ കടമെടുക്കാൻ വേണ്ടി നടക്കുക. അത് ജനങ്ങൾ തിരിച്ചറിയും. ഇതെന്തായാലും നടക്കുന്ന കാര്യമല്ലല്ലോ, വ്യാമോഹം മാത്രമല്ലേ. ചേറ്റൂരിനോട് കോൺഗ്രസ് കാണിച്ചത് അനാദരവാണെന്നും ജനങ്ങളിലേക്ക് ചേറ്റൂരിനെ എത്തിക്കാനാണ് BJP അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഈ കോൺഗ്രസുകാരെ ഇപ്പോഴാണല്ലോ ചേറ്റൂർ ശങ്കരൻ നായരെയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത്. എത്ര തവണ അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് പരിശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അവർ അധികാരത്തിലുണ്ടായിരുന്ന പതിറ്റാണ്ടുകളോളം ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ സംഭാവനകളെ ഈ രാജ്യത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് സ്റ്റെപ്പാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും MP-മാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിമാരോ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കേരളത്തിൽ അവർ അധികാരത്തിലിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിലുണ്ട്, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അവരെ വിസ്മൃതിയിൽ ആഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള ആളുകൾ. 1897 അമരാവതിയിലെ 13ാമത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരനാരായണൻ അഖിലേന്ത്യാ പ്രസിഡന്റായത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ധീരമായ നിലപാടുകൾ സ്വീകരിച്ചു. ഗാന്ധിയുടെ പല ആശയഗതികളോടും വിയോജിപ്പുമുണ്ടായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ച് ഓഫായത്. എന്തിനാണ് സ്വിച്ച് ഓഫാക്കിയതെന്ന് പൈലറ്റ് ചോദിക്കുന്നതായി കോക്പിറ്റിലെ വോയിസ് റെക്കോർഡറിൽ ശബ്ദമുണ്ട്. താൻ ഓഫ് ചെയ്തിട്ടില്ലെന്ന് സഹ പൈലറ്റ് മറുപടി നൽകുന്നതും ഈ കോക്പിറ്റ് ഓഡിയോ റെക്കോർഡിൽ വ്യക്തമാണ്. AIEBയുടെ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ AIB നൽകിയത് പ്രാഥമിക റിപ്പോർട്ടെന്ന് വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പല കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. ഇതൊരു ശ്രമകരമായ ദൌത്യമാണെന്നും അതിനുശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ നിർണായക സാക്ഷിയായ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ ശക്തമാക്കി പോലീസ്. കൊലപാതകത്തിന് തെളിവായി ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. തൊഴിലാളിയുടെ മൊഴി പ്രകാരമുള്ള സ്ഥലങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്താനും കോടതി നിർദ്ദേശം നൽകി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് ബെൽത്തങ്ങാടി കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത്. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100-ലധികം യുവതികളെ കുഴിച്ചു മൂടിയെന്നായിരുന്നു ഇയാളുടെ വെളിപ്പെടുത്തൽ. അതീവ സുരക്ഷയിൽ കോടതിയിൽ ഹാജരാക്കിയ ഇയാളുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തി. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും യുവതികളെയും ഇത്തരത്തിൽ കുഴിച്ചുമൂടിയെന്നാണ് മൊഴി. സൂപ്പർവൈസർമാരുടെ ഭീഷണിയെ തുടർന്ന് താൻ ഇതിന് നിർബന്ധിതനായെന്നും ഇയാൾ മജിസ്ട്രേറ്റിനെ അറിയിച്ചു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം കൃത്യമായി അറിയാമെന്നും ഇവ പുറത്തെടുത്ത് കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് ഇയാളുടെ ആവശ്യം. കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ കൈമാറിയ തലയോട്ടി ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനിടയിൽ 2001 മുതൽ 2013 വരെയുള്ള കാലയളവിൽ മാത്രം 484 പേർ ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടതായാണ് വിവരാവകാശ പ്രകാരം പോലീസ് നൽകിയ കണക്കിൽ പറയുന്നത്. കേസിൽ ഒരു പ്രതികളെ പോലും ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് NCB. പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ഇതിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഡാർക്ക് നെറ്റ് കേസിൽ നിർണായകമായ അറസ്റ്റ് നടത്താൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് കഴിഞ്ഞെങ്കിലും കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് എത്താനായിട്ടില്ല. ഇതിന്റെ പ്രധാന തടസ്സം പ്രതികൾ അധികമൊന്നും വിട്ടുപറയാത്തതാണ്. സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായാണ് ലഹരി വ്യാപാരം ഇവർ നടത്തിയിരുന്നത്. ക്രിപ്റ്റോ കറൻസി വഴി ഇടപാടുകൾ നടന്നതിനാൽ തുക എത്രയെന്നതുപോലും വ്യക്തമായ വിവരമില്ല. ഇത് ആരുടെ പക്കലാണെന്നും എവിടെ നിക്ഷേപിച്ചു എന്നും കണ്ടെത്തേണ്ടതുണ്ട്. രാജ്യത്തിന് തന്നെ വെല്ലുവിളിയാകുന്ന രീതിയിൽ തുക കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ ഏജൻസികൾക്കുണ്ട്. NCBക്ക് പുറമെ EDയും അന്വേഷണ രംഗത്തുണ്ട്. പാസ്വേഡുകൾ പോലും മനഃപ്പാഠമായാണ് സംഘം സൂക്ഷിച്ചിരുന്നത്. ഈ വെല്ലുവിളി ചോദ്യം ചെയ്യലിലും NCB നേരിടുന്നുണ്ട്. അറസ്റ്റിലായ പ്രതി ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ ചോദ്യം ചെയ്യാനും NCBക്ക് കഴിഞ്ഞിട്ടില്ല. വനിതാ ഉദ്യോഗസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് സാങ്കേതികമായി ഇത് തടസ്സമാകുന്നത്. അടുത്ത തവണ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമ്പോൾ മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാനാണ് നീക്കം. എഡിസൺ ബാബു അടക്കമുള്ള പ്രതികളെ 4 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും 2 ആഴ്ചത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തിരുന്നു. പ്രതികളുടെ പ്രധാന ഇടപാടുകാരെക്കുറിച്ചും ഇടനിലക്കാരെക്കുറിച്ചുമുള്ള പൂർണ്ണ വിവരങ്ങളും ഇതുവരെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിൽ ലഭ്യമായിട്ടുമില്ല. ന്യൂസ് 18, കൊച്ചി. കൊച്ചിയിൽ MDMAയുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസ് സിനിമാ മേഖലയിലെ ഡ്രഗ് ലേഡി എന്ന പോലീസ്. ലഹരിക്കായി പ്രതികൾ ചെലവാക്കിയത് ലക്ഷങ്ങളാണെന്നും കണ്ടെത്തി. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ റിൻസി പോലീസിന് കൈമാറി. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സിനിമയ്ക്കുള്ളിൽ സജീവമായി ലഹരി ഇടപാട് നടത്തുന്ന റിൻസി യുവതാരങ്ങൾക്കടക്കമുള്ളവർക്ക് ഡ്രഗ് ലേഡിയാണ്. സെറ്റുകളിലും പ്രൊമോഷൻ പരിപാടികളിലും റിൻസി ഉണ്ടെങ്കിൽ അവിടെ രാസലഹരി ഒഴുകുമെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ റിൻസി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ലഹരിക്കായി പ്രതികൾ ഒഴുക്കിയത് ലക്ഷങ്ങളാണെന്നാണ് കണ്ടെത്തൽ. 10 ലക്ഷത്തോളം രൂപയാണ് ലഹരി ഇടപാടിനായി റിൻസി മുടക്കിയത്. MDMA മാത്രമല്ല, വില കൂടിയ കൊക്കൈനും പ്രതികൾ കൊച്ചിയിലെത്തിച്ചു. ആവശ്യക്കാർക്ക് പണം ഗൂഗിൾ പേ വഴി നൽകും. പിന്നീട് അത് ക്രിപ്റ്റോ കറൻസിയാക്കും. ബംഗളൂരുവിൽ നിന്നും ലഹരി എത്തിച്ചു നൽകുന്നതും വേണ്ടവർക്ക് കൈമാറുന്നതുമെല്ലാം റിൻസിയുടെ ആൺ സുഹൃത്ത് യാസറായിരുന്നു. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. സിനിമ PR കമ്പനിയായ ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റിന്റെ ഭാഗമായിരുന്നു റിൻസി. ലഹരി കേസിൽ അറസ്റ്റിലായതോടെ റിൻസിയെ ഒബ്സ്ക്യൂറ തള്ളിപ്പറഞ്ഞു. ന്യൂസ് 18, കൊച്ചി. വാളയാറിൽ 2 ലക്ഷം രൂപ വില വരുന്ന MDMA പിടികൂടി. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ ബസ്സിലെ യാത്രക്കാരനിൽ നിന്നാണ് MDMA പിടികൂടിയത്. സംഭവത്തിൽ തൃശൂർ സ്വദേശി ദിശാന്തിനെ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 100 ഗ്രാം MDMA കണ്ടെത്തി.
ആലപ്പുഴ ചേർത്തലയിലെ 5 വയസ്സുകാരൻ നേരിട്ടത് ക്രൂരപീഡനം. കുട്ടി അമ്മയും അമ്മൂമ്മയും ചേർന്ന് മദ്യപിച്ച ശേഷം കുറച്ച് ദിവസങ്ങളായി ഉപദ്രവിച്ച് വരികയാണെന്ന് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 1 വർഷം മുൻപ് അമ്മയുടെ ആൺ സുഹൃത്ത് കുട്ടിയെ എടുത്തെറിഞ്ഞതിനെ തുടർന്ന് കൈ ഒടിഞ്ഞു പോയിരുന്നതായും കണ്ടെത്തി. നിരന്തര പീഡനങ്ങൾക്കൊടുവിലാണ് 5 വയസ്സുകാരൻ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ആലപ്പുഴയിലെ ഹോമിലേക്ക് മാറ്റിയത്. രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അമ്മയുടെ ആൺസുഹൃത്തായിരുന്നു ഈ 5 വയസ്സുകാരന്റെ ജീവിതത്തിലെ വില്ലനെങ്കിൽ ഇപ്പോൾ അത് അമ്മയും മുത്തശ്ശിയുമായിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോം നഴ്സായ അമ്മുമ്മയുടെ സംരക്ഷണയിലായിരുന്നു പകൽ കുട്ടി. അതോടെയാണ് പീഡനങ്ങളുടെ ആഴം വീണ്ടും ഏറിയത്. അമ്മ ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുന്ന സമയത്ത് വീട്ടിലിരുന്ന് മദ്യപിക്കുന്ന അമ്മുമ്മ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതിനിടയിലാണ് കഴുത്ത് ഞെരിച്ചതിനെ തുടർന്ന് കുഞ്ഞിന് മുറിവ് ഉണ്ടായത്. കുഞ്ഞിന് കഴുത്തിൽ പിടിച്ച് ഞെരിച്ച എന്തിനാ അമ്മ? എന്തിനു വേണ്ടിയായിരുന്നു? വെറുതെ ഞെരിച്ചോ? ആന്റി കാണിച്ച കഴുത്ത് എവിടെ നോക്കട്ടെ ആന്റി. മുറിഞ്ഞല്ലോ കാശി. എന്താ പറഞ്ഞത് കുഞ്ഞിനെ? എന്ത് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് മുറിച്ചിട്ട് എന്താ പറഞ്ഞത്? അത് പറയും. എന്തോ പറഞ്ഞ? ഇങ്ങനെ മാന്തിയോ? എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടാ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത്? രാത്രി അമ്മ വരുന്നതോടെ മദ്യപാനം അമ്മയും അമ്മുമ്മയും ഒരുമിച്ചാകും. ലോഹ സ്കെയിൽ ഉപയോഗിച്ച് അടിച്ചതാണ് കുഞ്ഞിന്റെ മുഖത്തുണ്ടായ മുറിവ്. മുറിവ് എങ്ങനെ സംഭവിച്ചതാ? 1 വർഷം മുമ്പ് അംഗൻവാടി ടീച്ചർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ കുട്ടിയെ ആക്രമിച്ചതിൽ അറസ്റ്റിലായ അമ്മയുടെ ആൺ സുഹൃത്ത് ജെയ്സൺ മദ്യപിച്ച് കുട്ടിയെ എടുത്ത് എറിഞ്ഞതിനെ തുടർന്ന് കൈ ഒടിഞ്ഞിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മർദ്ദനം തുടർന്നിരുന്നെങ്കിലും കഴിഞ്ഞ മെയ്യിലാണ് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തയെ തുടർന്ന് ചൈൽഡ് ലൈൻ ഇടപെടുകയും ജെയ്സൺ അറസ്റ്റിലാവുകയും ചെയ്തത്. കടുത്ത മദ്യപാനിയായ ജെയ്സൺ റിമാൻഡിലിരിക്കെ മരണപ്പെട്ടിരുന്നു. അതോടെയാണ് അമ്മയ്ക്ക് കുഞ്ഞിനോട് പകയായതെന്നും ചൈൽഡ് ലൈൻ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. കുട്ടിയെ ഒരു കാരണവശാലും അമ്മയ്ക്കൊപ്പം വിട്ടു നൽകരുതെന്നാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട്. കുഞ്ഞിപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഹോമിലാണ് സുരക്ഷിതനായി ഉള്ളത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. മറ്റു വാർത്തകളിലേക്ക്. വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി നൽകി കേന്ദ്ര സെൻസർ ബോർഡ്. UA-16 സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് നൽകിയത്. പുതിയ പകർപ്പിൽ 8 മാറ്റങ്ങൾ ഉണ്ടാകും. ടൈറ്റിലിൽ ജാനകി വി എന്ന് ചേർത്തായിരിക്കും തിയേറ്ററുകളിലെത്തുക. ഇന്നലെയാണ് പുതുക്കിയ പതിപ്പ് കേന്ദ്ര സെൻസർ ബോർഡിന് സമർപ്പിച്ചത്. ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,140 രൂപ, പവന് 73,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,530 രൂപ, പവന് 60,240 രൂപ. വെള്ളി ഗ്രാം 123 രൂപ, കിലോഗ്രാമിന് 1,23,000 രൂപ.